പാലക്കാരെ കൊച്ചിന്റെ വീട്ടിൽ നിന്ന് അവരെന്നാ ഇങ്ങോട്ട് വരുന്നേ? അവര് ബുധനാഴ്ച വരമ്മ. അവരെ വീട് കാണാനായിട്ടാ വരുന്നത്. ഉറപ്പിക്കുന്ന മട്ടാ കണ്ടിട്ട്. അച്ഛൻ്റെ അടുത്ത് അതിന് മുമ്പ് പറഞ്ഞ് ഫ്രണ്ട് വശം ഒന്ന് പെയിന്റ് അടിപ്പിക്കണം. അവര് ശ്രീധനത്തിന്റെ കാര്യം വല്ലതും പറഞ്ഞോ? എന്തോ തരാമെന്ന് പറഞ്ഞ്. അത് ബ്രോക്കർ ശ്രീധരത്തിന്റെ കാര്യം ഓർമ്മിപ്പിച്ചപ്പോഴേ അവരച്ഛനെന്നെ അടികൂടി ഒരു നോട്ടം. എന്നിട്ടൊന്ന് ആലോചിച്ചിരുന്നിട്ട് അവര് പറച്ചില് ഒരു 3 ഏക്കർ റബ്ബർ തോട്ടം തരാമോ. ഞാനങ്ങ് ഞെട്ടിപ്പോയി. നിന്റെ കണ്ണാടി സെറ്റപ്പ് ഒക്കെ കണ്ടപ്പോ അവര് വലിയ ഉദ്യോഗസ്ഥനാണെന്ന് വിചാരിച്ചതാണ്. വെട്ടാൻ തുടങ്ങിയ റബ്ബറാന്നോ അവരെ മാമൻ പറഞ്ഞ് കേട്ടത്. അങ്ങനാണെങ്കിൽ ഒട്ടുപാലെങ്കിലും എടുത്ത് നിനക്ക് ജീവിക്കാമല്ലേ? കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പല ഐഡിയ ഉണ്ടമ്മേ. ഞാനൊരു റബ്ബർ കമ്പനി തുടങ്ങാൻ പോവാ. അതെന്തോന്ന് കമ്പനി തുടങ്ങാൻ പോകുന്നു? അത് കല്യാണം കഴിഞ്ഞാലേ ആ റബ്ബർമാരെ അവര് ലാറ്റക്സിന് കൊടുത്തോണ്ടിരിക്കുക. ഇനി അതിന് കൊടുക്കുന്നില്ല. അത് ഞാനൊരു ടയർ കമ്പനി തുടങ്ങാൻ പോകും. ആ, അത് നല്ല കാര്യമായി. MRF എന്ന് പറയുന്ന കണക്കോ? MRF ഒന്നും അല്ലമ്മേ. പേരൊക്കെ കമ്പനിയുടെ ഞാൻ കണ്ടു വെച്ചിട്ടുണ്ട്. അത് കേട്ടാ ഞെട്ടും എല്ലാരും. അമ്മ കേട്ടോ കമ്പനിയുടെ പേര്? KPSP. എങ്ങനുണ്ട്? KPSP അതിന്റെ അർത്ഥം എന്തോ? ഒരു കമ്പനിയുടെ പേരിലൊക്കെ ആണെങ്കിലും ഒരു ഗമയൊക്കെ വേണ്ട ഇടുന്നതിന്. ഇതെന്റെ പേര് തന്നെ ഇട്ടത് എനിക്ക് തന്നെ ഇഷ്ടപ്പെടാതിരിക്കുക. പപ്പ ഉമാർ. ഒന്ന് ആലോചിച്ച് നോക്കിയേ. കമ്പനിയുടെ ഫുൾ ഫോം എന്തായാലും ഞാനങ്ങ് പറയാം അമ്മയോട്. K എന്ന് പറഞ്ഞ കുമാരന്റെ K, പപ്പന്റെ P, സരസമ്മയുടെ S, അനിയൻ പ്രസന്നന്റെ P, KPSP. എങ്ങനുണ്ട്? എന്റെ മോനല്ലേ നീ? ഐഡിയ കുറവൊന്നും കാണത്തില്ല, കൂടുതലേ കാണൂ. സുരേഷ നിന്നെ അവിടെ എല്ലാം തിരക്കിയ നീ ഇവിടെ ചൂണ്ടിട്ടോണ്ടിരിക്കുക. നീ അറിഞ്ഞായിരുന്നാ കല്യാണകാലൊക്കെ? ആ കല്യാണം അവർ ഉറപ്പിക്കാൻ നിൽക്കുക. നല്ല സുരേഷനായിട്ട് പാലാന്നൊരു കല്യാണം വന്നിട്ടില്ല. നീ എനിക്കൊരു എന്താണ് ഞാൻ അവിടെ ചെന്ന് വലിയ പൊങ്ങച്ചൊക്കെ പറഞ്ഞിരിക്കുക. വലിയ ശ്രീധരനാണ് ഇങ്ങോട്ട് കിട്ടുന്നത്. നീ എന്നെ പുകഴ്ത്തി അവിടെ നിന്ന് ചെന്ന് അവരെ വീട്ടുകാരെ ഒന്ന് അറിയിക്കും. കാശ് കിട്ടുന്ന പരിപാടിയാണല്ലോ. മോശം പറയാനാണെങ്കിലേ പൈസ ഒന്നും തരണ്ട. പക്ഷെ ക്വാളിറ്റി പറയുകയാണെങ്കിൽ കാശ് തരണം. അതെന്തോടാ അങ്ങനെ? പിന്നെ മഴയായിട്ട് പണിയില്ലായിരിക്കുകയല്ലേ? എന്താ തരേണ്ടി വരൂടാ? പപ്പനായതുകൊണ്ട് ഒരു 2000 രൂപ തന്നാൽ മതി. പാല വരെ പോകാനുള്ളതല്ലേ, ചെലവും കാര്യമൊക്കെ ഉണ്ടല്ലോ. അത് കൂടുതലല്ലേ? പപ്പനായോണ്ട് 2000 രൂപ. ഞാൻ ഈ മഴയത്ത് ജോലിയും കളഞ്ഞ് പോകുന്നതല്ലേ. അഡ്രസ്സ് കാണട്ടെ. രാവിലെ തന്നെ പോയി വൈകുന്നേരം കൊണ്ടൊരു തീരുമാനമാകും. തീർച്ചയായിട്ടും പുകഴ്ത്താൻ പറ്റുന്ന അത്രയും പുകഴ്ത്തി പറയാം. കാശ് കിട്ടിയതല്ലേ പുകഴ്ത്താം. എന്ന് വെച്ചാൽ കമ്പനിയൊക്കെ ഉണ്ടെന്നുള്ള ഓണറാ അഭിപ്രായം അവിടെ പറഞ്ഞിരിക്കുന്നു. അത് ഞാൻ ഏറ്റ് ഒന്നുകൊണ്ട് പഠിക്കണ്ട. പപ്പൻ ധൈര്യമായിട്ട് പോകും. ശരി, ഓക്കെ. ആള് വരുമോ? ഞാനിവിടെ വെള്ളവും കാലമൊക്കെ എടുത്ത് വെച്ചിരിക്കുക. നിങ്ങൾ റെപ്രസെന്റ് എടുക്കാൻ വന്നതാണോ? അല്ല സാർ, പിന്നെ ഞാൻ ഇവിടെ ഒരു വീട് തിരക്കി വന്നതാ. ഏത് വീടാ? ആ പാറയ്ക്കൽ രാമൻ നായരുടെ വീട്. പാറയ്ക്കൽ രാമൻ നായരുടെ വീട്ടിൽ എന്ത് വിശേഷം അവിടെ? ഇല്ല, ഒരു കല്യാണ ആലോചനയെ കുറിച്ച് അന്വേഷിക്കണം. ഞാൻ അന്നേരം ബ്രോക്കറാന്ന് ചോദിച്ചില്ലായിരുന്നു. ബ്രോക്കറല്ല, എൻ്റെ സുഹൃത്താണ്. പത്മകുമാറിൻ്റെ സുഹൃത്താണ്. അവിടെ കൊച്ചിനെ എൻ്റെ സുഹൃത്ത് വിവാഹം കഴിക്കാൻ ഒരു കല്യാണം ആലോചിക്കും. ഓ ശരി ശരി ശരി. അത് നമുക്ക് അറിയാവുന്ന വീടാണ്. അത് കഴിഞ്ഞ ആഴ്ച അവിടെ പയ്യൻ വന്നായിട്ട് ഞാൻ അറിഞ്ഞായിരുന്നു. രാമനാരൻ്റെ പറയുകയും ചെയ്തു. അതെന്തോ ഉറപ്പിരവല്ലോ ആയെന്ന് തോന്നുന്നല്ലോ. സാറിന് അവിടുത്തെ കാര്യങ്ങളെല്ലാം അറിയാമല്ലോ. 1-2 കാര്യങ്ങൾ അറിയാൻ വേണ്ടി ചോദിക്കാൻ വന്നതാണ്. ശരി, നമുക്ക് ഇനി സംസാരിക്കില്ലേ? രാമനായർ എല്ലാ കാര്യം പറയാറുണ്ട്. ഈ കാര്യം രാമനായർ പറഞ്ഞു. അതൊക്കെ വന്നപ്പോൾ എന്തോ വെട്ടുന്ന 3 ഏക്കർ റബ്ബറും വരെ ഇടാം. പിന്നെ പ്രോപ്പർട്ടി കൊടുക്കുന്നുണ്ട് ഇല്ലേ? അതെ, ചെറുക്കൻ നിസ്സാരക്കാരനല്ല. ചെറുക്കന് നല്ല ആസ്തിയുള്ളവനാണ്. അവനൊരു കാറുണ്ട്. ഇപ്പോൾ കല്യാണം പ്രമാണിച്ച് അടുത്തൊരെണ്ണം കൂടെ ബുക്ക് ചെയ്തിട്ടിരിക്കുക. നല്ല സമ്പത്തുള്ളതാണ്. നമ്മുടെ ആ ടൗണ് 4 കടയാണ്. അപ്പോൾ വലിയ പാർട്ടിയാണ്. അതേ പാർട്ടിയാണ്. നിസ്സാരക്കാരനല്ല. അതിൻ്റെ ഞാൻ അന്വേഷിക്കാൻ വന്നു. ചെറുക്കന് പുതിയ കമ്പനി തുടങ്ങാൻ വേണ്ടി സ്ഥലം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു റബ്ബറിൻ്റെ കമ്പനി എങ്ങനെയാണ്. സ്വഭാവം അങ്ങനെ പയ്യൻ്റെ? ഇതുപോലത്തെ ഒരു പയ്യനില്ല നമ്മുടെ ഏരിയയിൽ. മദ്യം പറഞ്ഞ കണ്ണ് തൊടത്തില്ല. അത്ര നീറ്റാ. നല്ല കുടുംബമാണ്. സിഗരറ്റ് പോലും വലിക്കത്തില്ല. അവർക്ക് അവൻ്റെ പയ്യനാണ് വേണ്ടത്. എന്തായാലും എനിക്ക് തോന്നുന്നു നിബന്ധം കൊള്ളാൻ തോന്നുന്നു. അതിന് നമ്മൾ അന്വേഷിക്കാൻ പറ്റുക. പെൺകുട്ടിയെ കുറിച്ച് ഡീറ്റെയിൽസ് അറിയണമല്ലോ. ഇത് കുഴപ്പമില്ല, നല്ല ഫാമിലിയാണ്. പയ്യൻ നല്ല സ്വഭാവക്കാരനാണെന്നുണ്ടെങ്കിൽ ആ കുടുംബം രക്ഷപ്പെട്ടു. അതുമല്ല, രാമൻ നായരുടെ മൊത്ത സ്വത്തും ആ പെങ്കൊച്ചിനുള്ളതാണ്. പിന്നെ രാമൻ നായർ ഇവിടുത്തെ ഒരു വലിയ ജന്മി. അങ്ങനെയാണെങ്കിലേ സാർ ആ രാമൻ നായരെ വീടൊന്ന് കാണിച്ചു തന്നു കഴിഞ്ഞാൽ ഞാനൊന്ന് അവിടെ ഒന്ന് കയറിയിട്ട് പോവാം. കല്യാണം പെട്ടെന്ന് നടത്തിക്കാൻ വേണ്ടി കാര്യങ്ങൾ ചെയ്യാം. ശരി, ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക്
ഞാൻ ആരാണെന്ന് താങ്കൾക്ക് മനസ്സിലായത്. എൻ്റെ സഹോദരിയുടെ മോളാണ് രാമൻ നായരുടെ മോള്. പിന്നെ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ആലോചന പെട്ടെന്ന് നടത്താനുള്ള തീരുമാനം എത്തിക്കാം. പോരെ? ശരി. ഇനി ഞാൻ എവിടെ പോയി അന്വേഷിക്കുന്നില്ല. പയ്യന്റെ വീട്ടിൽ പോയി കാര്യങ്ങൾ അവതരിപ്പിക്കാം. ശരി, കാണണം. ഞാൻ വിളിക്കാം. എടാ നിന്നെ എവിടെല്ലാം തിരക്കി? നീ കടത്തിനെ കുത്തിയിരിക്കുകയാണോ? 3-4 ദിവസമായിട്ടൊരു പണിയില്ലാതെ ഇവിടെ കുത്തിയിരിക്കുക. മെനക്കെടുത്താനായിട്ടാ വന്നിരിക്കുകയാണ് രമേശ്ശേരി. നിനക്ക് ഇത്തിരി കാശ് കിട്ടുന്നൊരു ജോലി ഏൽപ്പിച്ചാൽ നിനക്കത് ചെയ്യാവോ? നിങ്ങൾ ഇന്നാളത്തെ കണക്കേ ജോലി ഉണ്ടെന്നും പറഞ്ഞ് വിളിച്ച് വരുത്തിയിട്ട് സൈറ്റ് ചെയ്യുന്നപ്പോൾ ജോലിയില്ലെന്ന് പറഞ്ഞ കണക്കാവൂ. പാലയിലേക്ക് ഇപ്പോൾ എന്താ മേശ്ശേരി ഇത്ര അത്യാവശ്യം? പാലയിലൊക്കെ നല്ല ദൂരമല്ലേ? കാശ് ഇച്ചിരി ചിലവുള്ള കേസാണല്ലോ മേശ്ശേരി. നീ അവിടെ ചെന്നൊരു കല്യാണം ഒന്ന് കലക്കി തരണം മേശ്ശേരി. അത് ഒരുപാട് ചെലവ് വരുന്ന കേസാ. പവനവേദന, ആൾമാറാട്ടം, പിടിച്ച ജാമ്യം പോലും കിട്ടത്തില്ല. എന്നാലും ആരാ കല്യാണോ? ആട്ടുകാർ വല്ല ആണോ? അടിയിട്ടുന്ന വല്ല കേസ് വല്ല ആണോ? വേറെ ആരുമല്ല, എന്റെ മകൻ പപ്പന്റെ കല്യാണമാ. പാലയിൽ വന്ന ആ ആലോചന അങ്ങ് മുറുകിയിരിക്കുക. നീ ഒന്ന് മുടക്കി തരണം. ഓ, സ്വന്തം മോന്റെ കല്യാണോ? ഓ, വല്ലാത്തൊരു തന്ത തന്നെ. അവനിപ്പോ ജോലിയും കൂലിയൊന്നും ഇല്ലാതെ നിൽക്കുക. മദ്യപാനമൊക്കെ നിർത്തി ഒന്ന് നന്നാവട്ടെ, എന്നിട്ട് നമുക്ക് ആലോചിക്കാം. പൊഴുത്തി പറയാനാണെങ്കിൽ മേശ്ശേരി കാശൊന്നും തരണ്ടായിരുന്നു. ഇതിപ്പോ അങ്ങനല്ല, കല്യാണം കലക്കുന്ന കാര്യമാണ്. അപ്പോ ഒരു കുറഞ്ഞതൊരു 5000 രൂപ തരണം. എന്റെ ആവശ്യമല്ലേ, നിനക്കൊരു 3000 രൂപ ഞാനങ്ങ് തരാം. 3000? ഓ, അത് ഇച്ചിരി കുറവാണല്ലോ മേശ്ശേരി. ഒന്നാ ജോലി ഒന്നും ഇല്ല, മേശ്ശേരി ഒഴിവാക്കാനും പറ്റത്തില്ലല്ലോ. ശരി, എന്തായാലും ഞാൻ നാളെ രാവിലെ പോയി കളയാം. രണ്ടുപേരും കൂടെ ഒരു സ്വകാര്യം. നാളെ എനിക്ക് വല്ല ജോലി ഉണ്ടോ? നാളെ രാവിലെ ഒരു 8 മണിയാകുമ്പോഴേ ഇയാളോടെ ചെല്ല്. ഞങ്ങൾ മറ്റന്നാ അങ്ങോട്ട് വരായിരുന്നില്ലയോ? പിന്നെന്തിനാ പെട്ടെന്നൊരു വിശേഷം? ഒരു അത്യാവശ്യ കാര്യം പറയാൻ വന്നതാ. എന്തൊരു അത്യാവശ്യ കാര്യം? മഴയാണ്, നമുക്ക് അകത്ത് പോയി സംസാരിക്കാം. എത്ര പെട്ടെന്ന് ഓടി വരണമെങ്കിലേ എന്തെങ്കിലും കാര്യം ഉണ്ടോ? ഉണ്ട് സാറേ, അതുകൊണ്ടല്ലേ ഞാൻ ഇത്ര ഓടിപ്പെട്ടെന്ന് വന്നത്. പറ, കേൾക്കട്ടെ. നമ്മൾ വിചാരിക്കണക്കല്ല കാര്യങ്ങൾ. ചിലക്ക പയ്യൻ മഹാമോശമാണ്. ഇത്രയും വൃത്തിയൊക്കെ സുഖമായി പറ്റിയ പയ്യനില്ല. എന്താ മോശം എന്നാണ് പറയുന്നത്? സാറേ, അവൻ 27 മണിക്കൂറും ബാറിലാണ്. അവൻ മദ്യപാനിയാണ്. അവൻ്റെ കൂട്ടുകെട്ട് മഹാമോശമാണ്. നമ്മുടെ കുടുംബത്തിൽ കയറ്റാൻ പറ്റുന്നില്ല. ഈ പറഞ്ഞ മുതലോ സ്വത്തോ ഒന്നും അവനില്ല. പിന്നെ കമ്പനികളൊന്നുമില്ല. നല്ലോണം വിശദ അന്വേഷിച്ചപ്പോഴാണ് ഇതിനെക്കുറിച്ച് മനസ്സിലായി. അപ്പൊ കണ്ടിപ്പോ തന്നെ അത് 10 ദിവസം എന്തായാലും ഓടി വന്ന കാര്യം പറഞ്ഞത് കാര്യമായി. ഇല്ല, നമ്മൾ ഈ ആഴ്ച ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടി ഇരുന്നതാ. അതറിഞ്ഞുകൊണ്ടല്ലേ ഞാൻ ഓടി വന്നത്. എന്തെങ്കിലും ഈ ഫോട്ടോ നോക്കൂ. ഈ അച്ചടക്കെ കുറിച്ചുള്ള എല്ലാ അവനെ ഇറങ്ങി ബാറിൽ നിന്ന് ഇറങ്ങി വരുന്ന നോക്കൂ. അതിന്റെ കോലങ്ങളെ മൊത്തം നോക്കൂ. ഇപ്പൊ ബാറിലൊക്കെ പോകും, പക്ഷെ ഇത് കൂടുതലാണെന്ന് തോന്നുന്നു. കണ്ടിട്ടില്ലേ? അവൻ കൂട്ടുകാരായിട്ട് തമ്മിൽ തന്നെ ഇറങ്ങാൻ റോട്ടിൽ എങ്ങനെ കണ്ടുപിടിച്ചതേ പോയി എല്ലാം കൂടെ? എന്റെ ഒരു സുഹൃത്താണ് അയച്ചു തന്നെ ഇതിന്റെ മൊത്തം ഡീറ്റെയിൽസും വിവരങ്ങളും ഇത് കേട്ടപ്പോൾ ഞാൻ ചതിക്കുന്നത് ശരിയല്ലല്ലോ, അതുകൊണ്ടാണ് ഓടി ഒന്ന് പറഞ്ഞത്. ബോധ്യായി. ആ, ഒപ്പനുണ്ടോ? ആര് ബ്രോക്കറോ? കേറിയിരിക്കും പപ്പ. ബ്രോക്കർ വന്നേക്കുന്നു. ബ്രോക്കറോ? പോയല്ലോ, എല്ലാ കാര്യവും പോയല്ലോ. എന്തോ പറ്റിയല്ലോ? സമയദോഷം തന്നെയല്ല. സമയദോഷമല്ല പപ്പ, നിനക്ക് ജോലിയില്ലെന്നും മറ്റുമൊക്കെ അവിടെ ചെന്ന് ആരോ പറഞ്ഞിരിക്കുന്നു. അത് മാത്രമല്ല, നീ ബാറിൽ നിന്ന് ഇറങ്ങി വരുന്ന 2 ഫോട്ടോ ഒക്കെ അവിടെ കാണിച്ചിട്ടുണ്ട്. എന്തായാലും വെളിയിൽ നിന്നാരുമല്ല, നിന്റെ കൂട്ടത്തിൽപ്പെട്ട ഒരു മെനക്കെട്ട് നിന്ന് ചെയ്യുക. പപ്പ, നമുക്കിത് കണ്ടെത്തണം. പപ്പന്റെ അച്ഛൻ എന്താ ഒന്നും മിണ്ടായിരിക്കുന്നത്? നമുക്കിത് കണ്ടെത്തണ്ടേ? പിന്നെ തീർച്ചയായിട്ടും നമുക്കിത് കണ്ടെത്തണം. ആരാന്താ ചെയ്യുന്നത് നമുക്ക് അറിയണ്ടേ? പിന്നെ അത്